രാജ്യം ഇനി ആര് ഭരിക്കുമെന്നറിയാൻ മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രം. 7 ഘട്ടങ്ങളിലായി നടന്ന തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ നടക്കും. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. രാവിലെ 8 മണി മുതൽ വോട്ടെണ്ണി തുടങ്ങും. വോട്ടെണ്ണുന്നതിൽ ഉദ്യോഗസ്ഥർ തികഞ്ഞ ജാഗ്രത പുലർത്തണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. പോസ്റ്റൽ ബാലറ്റ് ആദ്യം എണ്ണി തീർക്കണമെന്ന ഇന്ത്യ സഖ്യ നേതാക്കളുടെ ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി. ഇന്ത്യ സഖ്യവും BJPയും നൽകിയ പരാതികളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതികരണം ഇന്നുണ്ടാകും. ഉച്ചയ്ക്ക് 12:30 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം നടത്തും. രാധാകൃഷ്ണൻ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് ഡൽഹിയിൽ നിന്ന്. അതോടൊപ്പം തന്നെ ബംഗാളിൽ നിന്ന് നിതിൻ അംബുജൻ, മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന്, അരുൺ പൂപ്പറമ്പ ബംഗളൂരുവിൽ നിന്ന്, ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന്, അലക്സ് റാം മുഹമ്മദ് ആന്ധ്രാപ്രദേശിൽ നിന്ന്, മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് തത്സമയ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ അണിനിരക്കുകയാണ്. ഏതാണ്ട് ഒരു ദിവസത്തെ മാത്രം, ഏതാണ്ട് മണിക്കൂറുകളുടെ മാത്രം അകലമേ ഉള്ളൂ രാജ്യം ആര് ഭരിക്കുമെന്ന് അറിയാൻ. രാധാകൃഷ്ണൻ, തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞല്ലോ. ഇന്ന് 12:30 തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനമുണ്ട്. ഇത് പതിവുള്ളതാണോ? എന്തൊക്കെയാണ് ഒരുക്കങ്ങൾ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ആദ്യം? ഗോപി, തീർച്ചയായിട്ടും ഈ വോട്ടെണ്ണലിന് തലേ ദിവസം സാധാരണഗതിയിൽ ഈ പൊതു തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ച നടപടികൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എങ്ങനെ വേണം ഈ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്നത് വിശദീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു വാർത്താ സമ്മേളനം നടത്താറുണ്ട്. അതിന് സമാനമായിട്ടാണ് ഇന്നത്തെയും വാർത്താ സമ്മേളനം. ഈ വാർത്താ സമ്മേളനത്തിന്റെ ലക്ഷ്യം നാളത്തെ ഫലം വരുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള അക്രമങ്ങളടക്കം ഉണ്ടാകുന്നതിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ കർശനമാണ് എന്ന ബോധ്യം സമൂഹത്തിന് മാധ്യമങ്ങളിലൂടെ നൽകുക എന്നുള്ളതാണ് ഈ വാർത്താ സമ്മേളനത്തിന്റെ ലക്ഷ്യം. ആ വാർത്താ സമ്മേളനം ഇന്ന് പ്രധാനപ്പെട്ടതാകുന്നത് മറ്റ് കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് ഇന്ത്യ മുന്നണി ഉന്നയിച്ചിരിക്കുന്ന ആക്ഷേപങ്ങളും BJP ഇന്ത്യ മുന്നണിക്ക് എതിരെ ഉന്നയിച്ചിരിക്കുന്ന ആക്ഷേപങ്ങളും നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ്. ഇന്ത്യ മുന്നണി ആവശ്യപ്പെട്ടിരിക്കുന്ന ആവശ്യങ്ങൾ അത് ഈ പോസ്റ്റൽ ബാലറ്റ് എണ്ണുന്നത് പൂർണ്ണമായിട്ടും കഴിഞ്ഞതിന് ശേഷം വേണം ഈ സാധാരണ ഈ ഇലക്ട്രോണിക് മെഷീനുകൾ എണ്ണുന്നത് തുടങ്ങാൻ എന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഇതിനകം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരാകരിച്ചിട്ടുണ്ട്. ഇതിന് കാരണമായിട്ട് ഇന്ത്യ മുന്നണി ചൂണ്ടിക്കാട്ടിയത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ പോസ്റ്റൽ വോട്ടുകളുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ആ പോസ്റ്റൽ വോട്ടുകൾ എണ്ണിയതിന് ശേഷം സാവകാശം അടുത്തതിലേക്ക് കടക്കണം എന്ന നിർദ്ദേശമാണ് ഈ സാധാരണ നിലയിൽ പോസ്റ്റൽ വോട്ടുകൾ എണ്ണിത്തീർന്ന ശേഷമല്ലേ ഈ EVM മെഷീനുകൾ എണ്ണാറുള്ളൂ? സാധാരണ നിലയിൽ അങ്ങനെ തന്നെയല്ലേ ഗോപി? ഇതിന്റെ നടപടിക്രമങ്ങൾ രണ്ടിനും സമാനമായിട്ട് ആരംഭിക്കുന്നു എന്ന വിധത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിക്കുന്നതനുസരിച്ച് ഏതെങ്കിലും വിധത്തിൽ അത്തരത്തിലുള്ള ഒരു ആശങ്കയുടെ അടിസ്ഥാനമില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. കാരണം ഈ പോസ്റ്റൽ ബാലറ്റുകൾ അത് സൂക്ഷിച്ചു വെക്കുന്നതാണ്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തർക്കങ്ങൾ ഉണ്ടായാൽ പിന്നീടും എണ്ണാവുന്ന സാഹചര്യത്തിൽ ഉള്ള രേഖകളായി ഇവ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പക്കൽ തന്നെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ആ ഘട്ടത്തിൽ തന്നെ വേഗത്തിൽ ഇത് പൂർണ്ണമായും എണ്ണിയതിനു ശേഷം അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ അവസാനിച്ചു, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫലം എന്നിവ വ്യക്തമാക്കിയതിനു ശേഷം അടുത്ത ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലേക്ക് കടക്കണം എന്ന് പറയുന്ന ആവശ്യത്തിന് പ്രസക്തിയില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. BJP ഇപ്പോൾ പറയുന്നത് തങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ഭീതി, കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ഉന്നയിച്ചിരിക്കുന്ന ഈ ആക്ഷേപങ്ങൾ ഈ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ടിട്ടുള്ള അക്രമങ്ങൾ വർദ്ധിപ്പിക്കാൻ കാരണമാകുമോ എന്നുള്ളതാണ്. BJP അവരുടെ പ്രവർത്തകർക്ക് ഇതിനനുബന്ധമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം വളരെ പ്രധാനപ്പെട്ടതാകുന്നു. ഒരുക്കങ്ങൾ വിശദീകരിക്കുന്ന കമ്മീഷൻ ഈ ചോദ്യങ്ങളോടും പ്രതികരിക്കും എന്നാണ് നമ്മളിപ്പോൾ കരുതുന്നത്. അതിനിടെ ഇപ്പോൾ ഇന്നലെ തന്നെ നമുക്കറിയാം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ യോഗം ചേരുന്നു. ആദ്യ 100 ദിന കർമ്മ പരിപാടി തയ്യാറാക്കുന്നു. അതെല്ലാം നടത്തിക്കഴിഞ്ഞു. അപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങിനൊക്കെയുള്ള ഒരുക്കങ്ങളെ കുറിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നൊക്കെയുള്ള വിവരങ്ങൾ വരുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും ആണ്. ഇന്ന് BJPയുടെ നേതൃയോഗം ചേരുന്നുണ്ട്. JP നദ്ദയുടെ വസതിയിലാണ് യോഗം ചേരുന്നത്. അമിത്ഷാ അടക്കമുള്ള പ്രധാനപ്പെട്ട എല്ലാ നേതാക്കന്മാരും പങ്കെടുക്കുന്നുണ്ട്. നിലവിലുള്ള സാഹചര്യത്തിൽ BJP തികഞ്ഞ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് BJP നടത്തുന്നത്. ഒപ്പം ചില പ്രാദേശിക പാർട്ടികളെ ഒപ്പം നിർത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നീക്കുപോക്കുകൾ സംബന്ധിച്ചിട്ടുള്ള വിഷയത്തിലും BJP ധാരണയിലെത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കർത്തവ്യപഥിൽ ഈ സത്യപ്രതിജ്ഞ എന്ന വിധത്തിലാണ് BJP ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. എന്നാൽ പുറത്തു വന്ന എക്സിറ്റ് പോൾ ഫലങ്ങളെ അന്തിമമായിട്ടുള്ള വിധിയായി പരിഗണിക്കേണ്ടതില്ല എന്ന ഒരു നിർദ്ദേശവും BJP ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ട്. അതുകൊണ്ട്
ആശങ്കയുണ്ട്. ഒപ്പം പ്രതീക്ഷകൾ പരസ്യമായിട്ട് പങ്കുവയ്ക്കുമ്പോഴും ആശങ്കയുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് അവരും ഇതേ മാർഗത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആലോചനകൾ നടത്തുന്നുണ്ട്. ഏത് സാഹചര്യം അനുകൂലമായി വന്നാലും അതിനെ തന്ത്രപരമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇന്ത്യ മുന്നണിയുടെ ഇപ്പോഴത്തെ നിലപാട്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് അവർ നടത്തുന്നത്. ഏതായാലും ഈ ദിവസങ്ങൾക്ക് ശേഷം വോട്ടെണ്ണലിലേക്ക് രാജ്യം കടക്കുമ്പോൾ നാടകീയമായിട്ടുള്ള രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനായിട്ട് തയ്യാറെടുത്തിരിക്കുകയാണ് ഡൽഹി. ഗോപി. ശരി, ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന ആത്മവിശ്വാസത്തിൽ സർക്കാർ രൂപീകരണവും തുടർന്നുള്ള സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണം എന്നത് സംബന്ധിച്ചുമുള്ള ആലോചനകളിലേക്ക് BJP നേതൃത്വം കടക്കുന്നു. അതേസമയം തന്നെ ഇന്ത്യ മുന്നണി നേതാക്കളും ഇതേ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. ഏതായാലും പശ്ചിമ ബംഗാളിലെ സാഹചര്യം എന്താണെന്ന് നോക്കാം. ഹൗറയിൽ നിന്നും നിതിൻ അംബുജൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നുണ്ട്. നിതിൻ, ഡൽഹിയിൽ പുതിയ സർക്കാർ രൂപീകരണത്തിന് വേണ്ടിയുള്ള ആലോചനകളിലേക്കൊക്കെ BJPയെ കടക്കാൻ പ്രേരിപ്പിക്കുന്നത് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന ആത്മവിശ്വാസമാണ്. അതേ എക്സിറ്റ് പോൾ ഫലങ്ങളെ ആശ്രയിച്ചാൽ പശ്ചിമ ബംഗാളിൽ തൃണമൂലിന് അത്ര സുഖകരമായ ഒരു സാഹചര്യം അല്ലല്ലോ ഉണ്ടാവുക. അവിടെ ശക്തമായ ഒരു ഭരണവിരുദ്ധ വികാരം അലയടിക്കും ഈ തെരഞ്ഞെടുപ്പിൽ എന്നൊക്കെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന സൂചനകൾ. എന്താണ് ബംഗാളിലെ സാഹചര്യം ഇപ്പോൾ? ഗോപി, എക്സിറ്റ് പോൾ പ്രവചനത്തെ രൂക്ഷമായ ഭാഷയിലാണ് മമതാ ബാനർജിയും മറ്റ് തൃണമൂൽ കോൺഗ്രസ് നേതാക്കളും വിമർശിക്കുന്നത്. കാരണം 2 മാസം മുൻപ് ഇത് എക്സിറ്റ് പോൾ തയ്യാറാക്കിയത് അവരുടെ വീടുകളിൽ വെച്ച് എക്സിറ്റ് പോൾ തയ്യാറാക്കിയും അതോടൊപ്പം തന്നെ BJP ഓഫീസുകളിൽ വെച്ച് എക്സിറ്റ് പോൾ തയ്യാറാക്കിയെന്നൊരു വിമർശനമാണ് ഉന്നയിക്കുന്നത്. കാരണം ബംഗാളിന്റെ രാഷ്ട്രീയം അറിയാത്തവരാണ് ഈ എക്സിറ്റ് പോൾ പ്രവചനം നടത്തിയതെന്ന ഒരു വിമർശനമാണ് തൃണമൂൽ കോൺഗ്രസ് ഉന്നയിക്കുന്നത്. 2021 ശേഷം BJPക്ക് കാര്യമായ മുന്നേറ്റം സംസ്ഥാനത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ ഏത് നിലയിലാണ് എക്സിറ്റ് പോൾ പ്രവചനം എന്ന ചോദ്യമാണ് തൃണമൂൽ കോൺഗ്രസ് ഉന്നയിക്കുന്നത്. നേരത്തെ തൃണമൂൽ കോൺഗ്രസ് നേതാക്കളുമായി സംസാരിച്ചപ്പോൾ അവർ വ്യക്തമാക്കിയത് 30-ലധികം സീറ്റുകൾ നേടി നാളെ വിജയം ആഘോഷിക്കുമെന്നാണ് തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, സന്ദേശകാലി വിഷയമോ അല്ലെങ്കിൽ CAA വിഷയമോ സംസ്ഥാനത്ത് യാതൊരു തരത്തിലും BJPക്ക് അനുകൂലമാകില്ല എന്നാണ് തൃണമൂൽ കോൺഗ്രസിന്റെ വിലയിരുത്തൽ. നമുക്കറിയാം, CAA വിഷയത്തിൽ സ്വാഭാവികമായിട്ടും ബംഗാളിൽ വലിയ ചർച്ചാ വിഷയമാണ്. ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം തൃണമൂൽ കോൺഗ്രസും ഇന്ത്യ സഖ്യത്തിലും ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും ഭൂരിപക്ഷ വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് BJPയുടെ പ്രതീക്ഷ. അതേസമയം തന്നെ BJP ഈ ഒരു എക്സിറ്റ് പോൾ പ്രചരണത്തെ 23-ലധികം സീറ്റുകൾ നേടുമ്പോൾ BJPയുടെ ഒരു ടാർഗറ്റ് 25-ലധികം സീറ്റുകൾ നേടുമെന്നാണ്. 2019-നേക്കാൾ നില മെച്ചപ്പെടുത്തിക്കൊണ്ട് തൃണമൂൽ കോൺഗ്രസിന്റെ വോട്ടുകൾക്കിടയിൽ കടന്നു ചെല്ലാൻ കഴിയുമെന്ന് BJP പ്രതീക്ഷ വെച്ചു പുലർത്തുന്നു. സന്ദേശകാല വിഷയത്തിൽ സ്ത്രീ വോട്ടർമാരുടെ എല്ലാം തന്നെ പിന്തുണ BJPക്ക് ഉണ്ടാകുമെന്നാണ് BJPയുടെ അടക്കം വിലയിരുത്തൽ. എന്തായാലും മറ്റ് അവകാശവാദങ്ങളിലേക്ക് ഇനി BJPയോ അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസോ കടക്കുന്നില്ല. ഏതാണ്ട് ഒരു പകൽ മാത്രം ദൂരമേ ഉള്ളൂ. നാളത്തെ ജനവിധി എന്താണെന്നറിയാൻ രാവിലെ 8 മണി മുതൽ തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യവും വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നു. കാരണം ഇത്തവണ പാർലമെന്റിൽ ഇന്ത്യ സഖ്യത്തിന്റെ അംഗങ്ങളുടെ എണ്ണം ബംഗാളിൽ നിന്ന് കൂടുമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം വ്യക്തമാക്കിയത്. നിതിൻ, മമതാ ബാനർജിയുടെ നിലപാടിനെതിരെ ഇന്നിപ്പോൾ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയല്ലേ നിതിനോട് CPM-ന്റെ ഒക്കെ പ്രതികരണം വരുന്നുണ്ടല്ലോ. അതിൽ മമതാ ബാനർജി സ്വീകരിച്ച നിലപാടിനെ നിശ്ചിതമായി വിമർശിക്കുകയല്ലേ ചെയ്തിട്ടുള്ളത്? തീർച്ചയായും. കാരണം CPM സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം 24-മായി സംസാരിച്ചു. അദ്ദേഹം വ്യക്തമാക്കിയത് 6ഉം 7ഉം ഘട്ട വോട്ടെടുപ്പിൽ BJPയെ തൃണമൂൽ കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസ് BJP അങ്ങനെ പരസ്പരം സഹായിക്കുന്നൊരു നില സ്വീകരിച്ചിരുന്നു. പ്രത്യേകിച്ചും ഇന്ത്യ സഖ്യത്തിന്റെ അംഗങ്ങളുടെ എല്ലാം തന്നെ അത് ഇന്ത്യ സഖ്യത്തിന്റെ അംഗങ്ങളെ പരാജയപ്പെടുത്താനുള്ള നിലപാട് തൃണമൂൽ കോൺഗ്രസും BJPയും സ്വീകരിച്ചു എന്നാണ് മുഹമ്മദ് സലീം വിമർശിച്ചിരിക്കുന്നത്. എന്നാൽ ആ നിലയിൽ ഇന്ത്യ സഖ്യം ഇപ്പോൾ അവരുടെ കണക്കൂട്ടലുകളിലേക്ക് പോകുമ്പോൾ അവർ സംഖ്യയിലേക്ക് പറയില്ല. പക്ഷേ ബംഗാളിൽ നിന്ന് കൂടുതൽ അംഗങ്ങളെ പാർലമെന്റിൽ എത്തിക്കുമെന്നാണ് ഇന്ത്യ സഖ്യം പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ ഭരണവിരുദ്ധ വികാരം, പ്രത്യേകിച്ചും തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരായ അഴിമതി ആരോപണം മാത്രമല്ല പല വിഷയങ്ങൾ, CA അടക്കമുള്ള വിഷയങ്ങൾ, കൂടാതെ കേന്ദ്ര സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം, ഇവയെല്ലാം തന്നെ അലയടിക്കുന്നുണ്ട് സംസ്ഥാനത്ത്. അത് കൃത്യമായി തങ്ങൾക്ക് അനുകൂലമാകും. 2021-ൽ BJPയിലേക്ക് പോയ വോട്ടുകൾ അത് തിരിച്ചു ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ പങ്കുവയ്ക്കുന്നത്. അതിനടിസ്ഥാനമായി അവർ ഉന്നയിക്കുന്ന ഒരു കാര്യം, കഴിഞ്ഞ വർഷം നടന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിൽ മുർഷിദാബാദ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ 18 ലോക്സഭാ മണ്ഡലങ്ങൾ ഉൾപ്പെട്ട ഇടങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കാര്യമായ മുന്നേറ്റം ഇന്ത്യ സഖ്യത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു. പ്രത്യേകിച്ചും വോട്ട് ഷെയറിലടക്കം വലിയ മുന്നേറ്റം അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു. സ്വാഭാവികമായിട്ടും ഇത് ഈ സംസ്ഥാനത്ത് ഇന്ത്യ സഖ്യത്തിന്, പ്രത്യേകിച്ചും കോൺഗ്രസിനും ഇടതു പാർട്ടികൾക്കും ഒരു തിരിച്ചുവരവിനുള്ള ഒരു സൂചനയായി തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അവർ കാണുന്നുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂലിനും വലിയ പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പശ്ചിമ ബംഗാളിൽ. പക്ഷേ BJPയുടെ 40% എന്ന വോട്ട് ഷെയറിൽ എന്ത് മാറ്റം വരുത്താൻ കഴിയും എന്ന ആലോചന BJPയെ സംബന്ധിച്ചുണ്ട്. എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ BJPക്ക് ആത്മവിശ്വാസം നൽകുന്നതാണ്. അതിനൊരു പ്രധാന കാരണം അവിടെ ഒരു ആന്റി ഇൻകംബൻസി ഫാക്ടർ ഉണ്ട് എന്നതാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന സൂചന. ഏതായാലും പശ്ചിമ ബംഗാളിൽ എന്ത് മാറ്റമാണ് വരാൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. 18 സീറ്റുകളാണ് കഴിഞ്ഞ തവണ BJPക്ക് ഉണ്ടായിരുന്നത്. തൃണമൂലിന് കഴിഞ്ഞ തവണത്തെ അതേ പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമോ എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട്. നിതിൻ അംബുജൻ ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ നൽകിയത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.